വ്യക്തികളെ വ്യക്തികളായാണ് കാണേണ്ടത്. ആണ്, പെണ്ണ്, ട്രാൻസ്ജെൻഡർ അങ്ങനെ ഏത് വിഭാഗത്തിലുമുള്ള ആളുകളെയും അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. ഈ വിധത്തിൽ കാണാത്തവരെ അപരിഷ്കൃതർ എന്നല്ലാതെ മറ്റെന്തു വിളിക്കാൻ? ഇപ്പോൾ കോൺഗ്രസിനെ അങ്ങനെ വിളിക്കേണ്ട സ്ഥിതിയാണ്. വിഴിഞ്ഞം തുറമുഖം MD ദിവ്യ എസ് അയ്യർക്കെതിരായ കോൺഗ്രസിന്റെ സൈബർ ആക്രമണത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. സ്വാഗതം കൈരളി ന്യൂസ് എക്സ്പ്ലെയിൻഡിലേക്ക്. മുഖ്യമന്ത്രിയെ പ്രശംസിച്ചു എന്നതാണ് ദിവ്യ എസ് അയ്യർ ചെയ്ത കൊടിയ കുറ്റമായി കോൺഗ്രസ് കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് ദിവ്യ എസ് അയ്യർ പറഞ്ഞ ആ വാക്കുകൾ ആദ്യം നമുക്കൊന്ന് കേൾക്കാം. വിഴിഞ്ഞം നമ്മുടെ ഹൃദയം നിറഞ്ഞ നന്ദി സൂചിപ്പിക്കുവാനുള്ളത് നമ്മുടെ പ്രിയങ്കരനായ ഉദ്ഘാടകൻ, കേരള ചരിത്രം കരുത്തുറ്റ വികസന നായകൻ എന്ന് വിലയിരുത്താൻ പോകുന്ന നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളോടാണ്. താങ്കളുടെ മഹനീയ സാന്നിധ്യത്തിനും താങ്കൾ നൽകുന്ന ശക്തിക്കും എന്നും ഹൃദയം നിറഞ്ഞ നന്ദി. വിഴിഞ്ഞം തുറമുഖത്ത് സാൻ ഫെർണാണ്ടോ കപ്പലിന് നൽകിയ ഔദ്യോഗിക സ്വീകരണ ചടങ്ങിലാണ് ദിവ്യ എസ് അയ്യർ മുഖ്യമന്ത്രിയെ പ്രശംസിച്ചത്. മുഖ്യമന്ത്രിയെക്കുറിച്ച് അവർ പറഞ്ഞത് വസ്തുതയാണെന്നത് വ്യക്തമാണ്. എന്നാൽ അതേക്കുറിച്ച് മറിച്ച് അഭിപ്രായമുണ്ടെങ്കിൽ മാന്യമായി വിയോജിക്കാം. എന്നാൽ അരുവിക്കര മുൻ MLA-യും കോൺഗ്രസ് നേതാവുമായ KS ശബരിനാഥന്റെ പങ്കാളിയായ ദിവ്യ ഇങ്ങനെ പറഞ്ഞതാണ് കോൺഗ്രസിന്റെ പ്രശ്നം. ദിവ്യ കോൺഗ്രസിന്റെ നേതാവല്ലെന്നും അവർ വ്യക്തിത്വമുള്ള ഒരു IAS ഓഫീസറാണെന്നും ഇരിക്കുകയാണ് കോൺഗ്രസിന്റെ അപരിഷ്കൃതമായ ഈ സൈബർ ആക്രമണം. പ്രായവും അനുഭവവും ചെറുതായതുകൊണ്ടാണ് ഇത്തരം ധാരണാപിശകുകൾ ഉണ്ടാകുന്നത് എന്ന് ആക്ഷേപിക്കാൻ സരിൻ മറന്നില്ല. വിഴിഞ്ഞം തുറമുഖത്തിന്റെ MD ചുമതലയിലുള്ള IAS ഉദ്യോഗസ്ഥയായ അവരുടെ അനുഭവത്തിൽ നിന്നാണ് മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള അഭിപ്രായം അവർ തുറന്നു പറഞ്ഞത്. അതിന് സരിൻ പറയുന്നത് പോലെ ധാരണാപിശകോ എക്സ്പീരിയൻസിലെ കുറവ് കൊണ്ടുള്ള പ്രശ്നമോ സംഭവിച്ചിട്ടില്ല. അതിന് പ്രായവും അനുഭവവും വലുതാകണമെന്നില്ല. തെളിച്ചമുള്ള കാര്യങ്ങളെ വസ്തുതാപരമായി സമീപിക്കാനുള്ള മാനസികാവസ്ഥ മാത്രം മതി. മെഡിക്കൽ ഡോക്ടർ, എഴുത്തുകാരി, നർത്തകി എന്നിങ്ങനെ നിരവധി മേഖലകളിൽ തിളങ്ങിയ അവർ മികച്ച IAS ഉദ്യോഗസ്ഥ കൂടിയാണ്. അത്തരത്തിൽ തൻ്റെതായ വ്യക്തിത്വം സൂക്ഷിക്കുന്നയാളെയാണ് കോൺഗ്രസ് ഇപ്പോൾ ആക്രമിക്കുന്നത്. മുൻ മന്ത്രി K രാധാകൃഷ്ണനെ ദിവ്യ എസ് അയ്യർ അടുത്തിടെ ആശ്ലേഷിച്ചത് നമ്മൾ കണ്ടതാണ്. മന്ത്രി ഉദ്യോഗസ്ഥ എന്നതിലുപരി ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിന് പുറത്ത് ഒട്ടും അസ്വാഭാവികതയില്ല എന്ന് അവർക്ക് തോന്നിയതുകൊണ്ടാണ് മുൻ മന്ത്രി അവർ ആശ്ലേഷിച്ചത്. KS ശബരിനാഥന്റെ പങ്കാളിയായി പോയി എന്നതുകൊണ്ടും K രാധാകൃഷ്ണൻ CPIM നേതാവായി എന്നതുകൊണ്ടും ആ കാര്യത്തിലും കോൺഗ്രസിന്റെ അസഹിഷ്ണുത നമ്മൾ കണ്ടു. നെഹ്റുവിന്റെ അണികളെന്നും ഗാന്ധി പാതയിലാണെന്നും പറഞ്ഞ് ഊറ്റം കൊള്ളുന്ന കോൺഗ്രസുകാർ തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ വലിയ തോതിൽ അസഹിഷ്ണുത കാണിക്കുന്നതെന്നത് വിചിത്രമാണ്. സമൂഹം നാടിന്റെ പുരോഗമനമായി അടയാളപ്പെടുത്തുന്ന കാര്യങ്ങളിൽ പോലും രാഷ്ട്രീയ അല്പത്തരമാണ് കോൺഗ്രസ് കാണിക്കുന്നത്. അത് നിർത്താത്തിടത്തോളം കാലം ആ പാർട്ടി സമൂഹത്തിന് മുൻപിൽ പരിഹാസ്യരായിക്കൊണ്ടിരിക്കും എന്നതിൽ തർക്കമില്ല.